ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റീഷ സ്വന്തം അമ്മയുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. മാഡം, എൻ്റെ പേര് റീഷ, യഥാർത്ഥ പേരല്ല. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റ മകളാണ്. എൻ്റെ വീട്ടിൽ ചില അസംഭവ്യങ്ങളായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. അച്ഛൻ നല്ലൊരു സുന്ദരനായ മനുഷ്യനാണ്. അമ്മ സുന്ദരി തന്നെയാണ്. പക്ഷേ അമ്മയേക്കാൾ 100 ഇരട്ടി സൗന്ദര്യം അച്ഛന് കൂടുതലുണ്ടെന്ന് തോന്നും. അത്രയ്ക്ക് സുന്ദരനാണ്. സോഫ്റ്റായുള്ള സ്വഭാവമാണ്. പക്ഷേ ഞാൻ കണ്ടുവരുമ്പോഴൊക്കെ അച്ഛൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛനോട് വലിയ അടുപ്പമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ അവരുടെ സ്വഭാവമൊന്നും അമ്മയ്ക്കില്ല. അച്ഛൻ വരുന്നെന്ന് പറയുമ്പോഴും അമ്മയ്ക്ക് ഒരു തണുത്ത സമീപനമാണ്. വന്നു കഴിഞ്ഞാലും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതല്ലാതെ സ്നേഹപൂർവ്വമായി സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യത്തെ കാലത്തൊന്നും എനിക്കതൊക്കെ സ്വാഭാവികമായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ +2 കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഭാര്യയും ഭർത്താവും ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? സാധാരണ ഇപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ആളുകൾ തമ്മിൽ, ആണും പെണ്ണും തമ്മിൽ ഒരിഷ്ടമില്ലേ? ഇതെന്താ ഇവിടെ ഒന്നും ഇല്ലാത്തത്? ഇനി എൻ്റെ മുന്നിൽ വെച്ചൊന്നും ഇല്ലായിരിക്കും, അകത്തെല്ലാം ഉണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇനിയൊരു പക്ഷേ അച്ഛന് നല്ല സൗന്ദര്യമുള്ളത് കൊണ്ട് ഗൾഫിൽ വല്ല പെണ്ണുങ്ങളോട്ട് കണക്ഷനുണ്ടോ? അതമ്മ അറിഞ്ഞതാണോ? സാധാരണ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്രയും സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നല്ല സന്തോഷവും അടുപ്പവും തോന്നും. എനിക്കാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ മനസ്സെന്താ ഇങ്ങനെ, സ്വഭാവം എന്താ ഇങ്ങനെ? ഇതൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടുകാരി എനിക്കില്ലായിരുന്നു. എന്നാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് അനീഷ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരെ കിട്ടിയത്. അവളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പെർട്ടാണ്. എന്തെങ്കിലും ചെറിയ സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ സ്വയം അറിവുള്ളവളായിട്ട് ചമയും. ഇല്ലെങ്കിൽ അവൾ എവിടെന്നെങ്കിലും തപ്പിയെടുത്താണെങ്കിലും നമുക്ക് അതിനുവേണ്ടി ധാരാളം വിവരണങ്ങൾ തരുന്ന ഒരു പ്രത്യേകതരം ഫ്രണ്ട്. ചില സമയത്ത് അവൾ വായാടിയാണെങ്കിലും അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ആരോടും പറയില്ല. പിന്നെ അത് മാത്രമല്ല, അവൾക്കറിയാവുന്ന മാക്സിമം വിവരങ്ങൾ അവൾ നമ്മളോട് പച്ചയായിട്ട് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം എന്തോ സംസാരിച്ചു നിന്നപ്പോൾ ഗ്ലാമറുള്ള ആളിനെ കെട്ടണമെന്നാണോ നിനക്ക് ആഗ്രഹം എന്നൊക്കെ അവൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എടി, എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലാണ് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും തമ്മിൽ ഒട്ടും റൊമാൻസ് ഇല്ല. അച്ഛൻ ഒരു സൂപ്പർ സുന്ദരനാണെന്ന് നിനക്കറിയാമല്ലോ. അച്ഛനെ നീ കണ്ടിട്ടുള്ളതല്ലേ? അമ്മ സുന്ദരിയൊക്കെ ആണെങ്കിലും അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് സൗന്ദര്യം കുറവായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും സുന്ദരനായ അച്ഛനെ അമ്മ എപ്പോഴും സ്നേഹിക്കേണ്ടതല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, എടി, അങ്ങനെയൊന്നും ആകണമെന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ വെളുപ്പും സൗന്ദര്യവും മാത്രമാണ് ഇഷ്ടം. അതല്ലാതുള്ള ആൾക്കാർക്കൊന്നുകൂടെ ജീവിക്കണ്ടേ? ഈ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലേ, അങ്ങനെ സൗന്ദര്യം ബേസ്ഡായിട്ടല്ല. ചില ആൾക്കാർക്ക് സൗന്ദര്യമുള്ളവരെ ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് വെളുത്തവരെ ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർ തണ്ടും തടിയും നോക്കും, ചില ആളുകൾ മറ്റു പലതുമായിരിക്കും നോക്കുക. ചിലർക്ക് അങ്ങനെ പ്രത്യേക ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, മനസ്സിന് ഇഷ്ടം മാത്രം മതി. അങ്ങനെ ബഹുജനം പലവിധമാണ്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ സൗന്ദര്യമുള്ളൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊന്നും അടിമയെപ്പോഴൊന്നും നിൽക്കില്ല. എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ വേറെന്തെങ്കിലും പ്രശ്നം കാണും. നിൻ്റെ അച്ഛന് വേറെ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായി പറഞ്ഞ് അമ്മയും അച്ഛനും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടോ? ഇല്ലില്ല. നിൻ്റെ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പ്രണയമുണ്ടായിരുന്നോ പണ്ട്? അതൊക്കെ ഞാനെങ്ങനെ അറിയാനാണ്? അറിയില്ലെങ്കിൽ നീ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. എന്തെങ്കിലും കാരണം കാണും. ഒരു കാരണമില്ലാതെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അകന്ന് കഴിയുമോ? അത് വർഷങ്ങളായല്ലോ. രണ്ടാമതൊരു കുട്ടി പോലും പിന്നീട് ഉണ്ടായിട്ടുമില്ല എന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്, എന്തായാലും നീ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പല കഥകളും എൻ്റെ അമ്മമ്മയോട് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഓ, അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കല്യാണം വന്നത്. ചെറുക്കൻ ഗൾഫിലാണ്, പിന്നെ അതീവ സുന്ദരനും. അപ്പോൾ പിന്നെ മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് പിടിച്ച കല്യാണം കഴിപ്പിച്ചത്. എന്തായാലും അടുത്ത വർഷം തന്നെ നീ ഉണ്ടാകുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നും കാണില്ല. അമ്മയോട് സമ്മതം ചോദിക്കാതായിരിക്കും ഈ കല്യാണം നടത്തിയിട്ടുണ്ടാകുക. അതിൻ്റെ അതൃപ്തിയായിരിക്കും. എന്നാൽ ഒരു പുരുഷനുമായി ഒന്നിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഇമ്പം വരേണ്ടതല്ലേ എന്നെൻ്റെ മനസ്സ് പറഞ്ഞെങ്കിലും എനിക്കതിൻ്റെ ഉത്തരം കണ്ടെത്താനായില്ല. ഒരു ദിവസം പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു, മോളെ, അഴകുള്ള ചക്കയിൽ എന്ന് നീ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ചുളയിൽ എന്നുള്ളതാണോ? ആ, അത് പറയാൻ പറ്റില്ലടി. സൗന്ദര്യമുള്ള ആൾക്കാർക്ക് പലപ്പോഴും പലതും കുറവായിരിക്കും, സ്നേഹപ്രകടനങ്ങളും കുറവായിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അമ്മ പറഞ്ഞതിനോടൊന്നും എതിർക്കാറില്ല. ആ, അതാണ്. ചിലപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് നല്ല കരുത്തനായ ഒരാളായിരിക്കും ഇഷ്ടം. നിൻ്റെ അച്ഛൻ സൗന്ദര്യമുള്ള ഒരു സൗമ്യ സ്വഭാവക്കാരനായിരിക്കും, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്കൊന്നും അങ്ങ് മനസ്സിലായില്ല. പിന്നീട് ഞാൻ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരുടെങ്കിലും ചാറ്റുണ്ടോയെന്ന്. അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല.
പക്ഷേ ഈ അടുത്ത കാലത്തിലെ മാഡം ഒരു കല്യാണത്തിന് ഞങ്ങൾ പോയി. കുറേ ദൂരെയാണേ. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം അമ്മയുടെ പ്രായത്തിലുള്ള ഒരാൾ ഓടി വന്നു. അയാൾക്ക് നല്ല പൊക്കവും ഒരുമാതിരി വണ്ണവും നല്ല ഉറച്ച ശരീരവുമുണ്ട്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സുന്ദരനൊന്നുമല്ല, എന്നാലും ഇരുണ്ട നിറത്തിലുള്ള ഒരു സുന്ദരൻ എന്ന് പറയാം. പിന്നെ അങ്ങേർ വലിയൊരു പണക്കാരനാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. കയ്യിലും കാലിലുമൊക്കെ നല്ല ചങ്ങല പോലെ സ്വർണ്ണമാലയുണ്ട്. അടുത്ത് വന്നിട്ട്, എടി നിന്നെ കണ്ടിട്ട് എത്ര കാലമായി? അപ്പോഴേക്കും അമ്മയുടെ സ്വഭാവം മാറി. ഷൂ, നീ എവിടെയായിരുന്നു? എത്ര കാലമായിട്ട് നിൻ്റെ കോണ്ടാക്ട് ഞാൻ തിരയുന്നു, നിന്നെ കിട്ടുന്നേയില്ല. ഒത്തിരി പേരോട് ഞാൻ ചോദിച്ചിടാ, പക്ഷേ ആർക്കും നിന്നെക്കുറിച്ച് അറിയില്ല. എടി ഞാൻ സൗദിയിലായിരുന്നു, ഇപ്പം നാട്ടിൽ സെറ്റിലായി, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഇല്ലേ? അത് പിന്നെ ഇല്ലാതിരിക്കുമോ? നമ്മൾ ഇത്രയും പ്രായമായില്ലേ? എനിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യ ഇന്നടുത്താണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ എൻ്റെ മുന്നിൽ വെച്ചങ്ങ് സംസാരമാണ്. അതിനിടയ്ക്ക് അയാൾ എന്നെ പാളി നോക്കുന്നുണ്ട്. ഇത് മകളാണോ എന്ന് അയാൾ ചോദിച്ചു. അപ്പോഴേക്കും അമ്മങ്ങ് കുടുങ്ങി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു മകൾ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ, പിന്നെ കുട്ടികളൊന്നും ഉണ്ടായില്ല. നിനക്ക് 2 കുട്ടികളുണ്ടല്ലേ? ഇപ്പോഴത്തെ കാലത്ത് 2 കുട്ടികൾ വേണ്ടേ? എന്ത് ചെയ്യാനാടാ, എനിക്ക് പിന്നീട് കുട്ടികളൊന്നും ഉണ്ടായില്ല. മോള് നിന്നേക്കാൾ ഒത്തിരി സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരിളക്കം തോന്നി. അപ്പോൾ അമ്മ പറയുകയാണ്, മോൾക്കില്ലയോ എൻ്റെ ചായ ഒന്നുമില്ലോ എന്നെല്ലാവരും പറഞ്ഞത്, എല്ലാം അവിടെ അച്ഛൻ്റെ ചായയാണ്. എവിടെ നിൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ഫോണിൽ നിന്ന് ഭർത്താവിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. കൊള്ളാലോടി, നല്ല സിനിമ നടനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചെറു കൊട്ടിക്കൊണ്ട്, സിനിമാ നടൻ, മോളെ വസന്തയപ്പച്ചയോടുണ്ടോന്ന് നോക്കിക്കിടി എന്ന് പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കിയതാണ്. ഞാൻ പാൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മ അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണ്. എന്തായാലും 2 പേരും തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അതുമാത്രമല്ല മറ്റ് പല ഡിങ്കോലാഫികളും അവർ തമ്മിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പൊന്നല് കണ്ട ഇലയെ പോലെയായിരുന്നു അമ്മ. അയാളുടെ അടുത്ത് മാത്രമായിരുന്നു 2 പേരും കൂടെ കളിയും ചിരിയും. എന്നെ ശ്രദ്ധിച്ചതേയില്ല. ഞാൻ പിന്നെ അപ്പച്ചിയോടങ്ങ് നിന്നു. അവസാനം അയാളാണ് ഞങ്ങളെ വീടിൻ്റെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് കഴിഞ്ഞ ശേഷം അമ്മ അയാളോട് ടാറ്റ പറയുന്നു. 2 പേരും കൂടെ കടക്കണിൽ എന്തൊക്കെയോ കൈമാറുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്പറുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. വീട്ടിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, അതേ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഞങ്ങൾ ഒന്നിച്ചാ മോളെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് 1 വർഷം പഠിച്ചു. 2ാം വർഷമല്ലായിരുന്നു എൻ്റെ കല്യാണം. പിന്നീട് ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല എന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്ന് മൂളി, അത്രമാത്രം. പിന്നീട് എൻ്റെ മനസ്സിലങ്ങ് സംശയമായിരുന്നു. വലിയ സൗന്ദര്യമൊന്നുമില്ലാത്തയാളെ പണ്ട് അമ്മ സ്നേഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കില്ലായിരുന്നു. എന്ത് കണ്ടിട്ട് അയാളെ സ്നേഹിച്ചത് എന്ന് ഞാൻ ഓർത്തു. ഈ കഥകളൊക്കെ ഞാൻ ചെന്ന് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അവളപ്പോൾ പറഞ്ഞു, എടി മോളെ, ചിലപ്പോൾ ഇവർ തമ്മിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ നല്ല കൂട്ടും അതേപോലെ തന്നെ പ്രേമമായിരിക്കും. അതുമാത്രമല്ല 2 പേരും കൂടെ കറങ്ങി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല കാര്യങ്ങളും കൈമാറിക്കാണും. അതുകൊണ്ടാണ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കിടന്ന സാന്ദ്രത്തോടുകൂടി തുള്ളിയത്. അല്ലെങ്കിൽ തുള്ളില്ല. എന്തായാലും നിൻ്റെ അമ്മയുടെ പ്രേമ കാമുകൻ തന്നെയാണ് അയാളെന്ന് പറഞ്ഞു. പക്ഷേ അയാളെ കാണാൻ നല്ല പൊക്കവും നല്ല ഒത്ത ശരീരവും മാത്രമേ ഉള്ളൂ. വലിയ സൗന്ദര്യമൊന്നുമില്ല, നിറവും കുറവാണ്. ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിറത്തിലൊന്നുമല്ല കാര്യം മോളെ, ലുക്കിലല്ല വർക്കിലാക്കാരെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുമാത്രമല്ല നിനക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് സൗന്ദര്യമല്ലടി. അവർ യഥാർത്ഥത്തിൽ ഒരു പുരുഷനോട് അടുത്തു കഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ സ്വഭാവവും അനുഭവങ്ങളും സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നിലെ സൗന്ദര്യമൊന്നും അവർ നോക്കില്ല. ചിലപ്പോൾ അയാൾ ഒത്തിരി മിടുക്കനാകാം. ആ മിടുക്കുകളൊക്കെ അമ്മ പണ്ടേ അറിഞ്ഞിരിക്കാം. പഠനം കഴിഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് അവർ വിചാരിച്ച് കാണും. പക്ഷേ എന്ത് ചെയ്യാനാണ്? നിൻ്റെ അമ്മയെ ആ സമയത്ത് പഠനം നിർത്തി കല്യാണം കഴിപ്പിച്ചില്ലേ? അതുകൊണ്ടായിരിക്കും. എന്തായാലും 2 പേരും പിരിഞ്ഞു പോയി. അവർ 2 പേരും കൂടിച്ചേർന്നു. മോളെ, ഇനി ആക്ടിവിറ്റീസിൻ്റെ പൂരമായിരിക്കും. അമ്മ അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോടി, അങ്ങനൊന്നുമില്ല, നീ ശ്രദ്ധിക്കണം. പക്ഷേ അവൾ പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിച്ചു മാഡം. അതിന് പിറ്റേ ദിവസം തൊട്ടില്ലേ ഭയങ്കരമായിട്ട് അമ്മ മാറാൻ തുടങ്ങി. അമ്മയ്ക്ക് 24 മണിക്കൂറും കോൾ വരികയാണ്. ഉച്ചത്തിൽ ചിരിക്കുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ അങ്ങ് നിശബ്ദമായ എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പുള്ളി ചിന്തിക്കാറില്ല. അത്തരം ഒരു അവസ്ഥയിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി ഇത് അത് തന്നെ. പക്ഷെ ഒന്ന് നോക്കണം. മൊബൈൽ പക്ഷേ കുളിമുറിയിലും കൊണ്ടുപോകും. ഇനി എവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്ന സമയത്ത് എടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഇത് തന്നെയാണോ എന്നറിയാൻ പറ്റുകയുള്ളൂ. കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞെടി, നീ നോക്ക്, ഉറപ്പായിട്ടും ചാറ്റുകളൊക്കെ കാണും.
ഒരു ദിവസം എനിക്കൊരു അവസരം കിട്ടി. ഞാൻ മൊബൈൽ എടുത്ത് നോക്കി മാഡം, പക്ഷേ വാട്സാപ്പിലൊന്നും കാണുന്നില്ല. ഞാനാണെങ്കിൽ എല്ലാം തിരഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ടെലഗ്രാം, അതിൽ നോക്കിക്കഴിഞ്ഞപ്പോഴില്ലേ മാഡം, അയ്യോ അയാൾ കുറേയധികം ഫോട്ടോസ് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം അമ്മ പറയുകയാണ്, നിൻ്റെ മുഖമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, മുഖമല്ലാത്ത ഫോട്ടോസ് എനിക്ക് ഒത്തിരി ഒത്തിരി വേണമെന്ന്. അതെന്തിനാന്ന് ചോദിച്ചപ്പോഴേക്കും അതങ്ങനെയാണ്, നമ്മൾ പ്രേമിച്ചിരുന്ന കാലത്ത് നമുക്ക് രണ്ടുപേർക്കും അവസരങ്ങൾ വളരെ കുറവായിരുന്നു. നീ ഓർക്കുന്നില്ലേ, ഒരു വട്ടം പാതിയിൽ നിർത്തി. എനിക്ക് നിന്നെ ഒന്ന് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീടൊരു സമയത്ത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചില തടസ്സങ്ങളുണ്ടായില്ലേ, അപ്പോഴും ആരോ വന്ന് തടസ്സപ്പെടുത്തി. നമുക്ക് ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഹോട്ടലുകളിലോ ഒന്നും പോകാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോഴേക്കും എൻ്റെ കല്യാണം നടക്കുകയും ചെയ്തു. നീ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് അയാൾ പറഞ്ഞു. അതിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്? എടിപിടി നിന്നെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറ്റുമോ? ഒളിച്ചോടി പോകാൻ പറ്റുമോ? നിനക്ക് ജോലിയോ കൂലിയോ ഉണ്ടോ? അറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലമല്ലേ, അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണ്. പക്ഷേ നിൻ്റെ ഭർത്താവ് നല്ല സുന്ദരനാണല്ലോ. സൗന്ദര്യം അതിലൊന്നും ഒരു കാര്യമില്ലടാ. അദ്ദേഹം ഒരു മണക്കൂസാണ്, ഒരു സ്ലോ ടൈപ്പ്. എനിക്കാണെങ്കിൽ അന്ന് തൊട്ടേ നിന്നെ മാത്രമാണ് ഓർമ്മ. എനിക്ക് പലപ്പോഴും തെറ്റ് ചെയ്യണം തോന്നിയിട്ടുണ്ട്. മറ്റു പലരെ കാണുമ്പോൾ, നിന്നോട് സാദൃശ്യമുള്ള ആൾക്കാരെ കാണുമ്പോഴേക്കും എൻ്റെ മനസ്സ് വഴുതി വീണു പോകാറുണ്ട്. പക്ഷേ ഞാനത് നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കൊരു മകളുണ്ടല്ലോ. പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ആ കണ്ട്രോളൊക്കെ അങ്ങ് പോയി. പഴയ ഓർമ്മകൾ അയവിറക്കാൻ എനിക്ക് കൊതിയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒത്തിരി ഫോട്ടോസ് എനിക്ക് അയച്ചു തരണമെന്ന്. കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണ്ട് ഞാൻ എന്താണ് മിസ് ചെയ്തത്. അന്ന് കൊന്നു മിസ് ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ പർവ്വതം തന്നെ എനിക്കായി കാത്തു വെച്ചിരിക്കുന്ന നിന്നെ കാണുന്ന മോനെ എന്ന് പറഞ്ഞ് അമ്മ വെള്ളമൊലിപ്പിച്ചങ്ങ് കൊഞ്ചിക്കുഴയുകയാണ്. അയാൾ പറയുകയാണ്, നീ എന്നെ അഭിനന്ദിക്കുന്നു. എൻ്റെ ഭാര്യ അവളൊരു പൊങ്ങതടി പോലെയാണ്. ഞാൻ അടുത്ത് ചെന്നാലും പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ല. എല്ലാം ഞാൻ തന്നെ തുടങ്ങണം, എല്ലാം അവസാനിപ്പിക്കണം. അവളെന്തോ വലിയ ഫേവർ എനിക്ക് ചെയ്തു തരുന്ന പോലെയാണ് എന്ന് പറഞ്ഞു. അയ്യോ, ആ സ്ത്രീ അവളൊരു മണ്ടിയാണ്. സദ്യ കഴിക്കാൻ അവൾക്കറിയില്ല. ഞാനാണെങ്കിൽ സദ്യ അറിഞ്ഞ് ആസ്വദിച്ച് കഴിച്ചേനി. എന്ത് ചെയ്യാനാണ്? എറിയാനറിയാവുന്നതിൻ്റെ കയ്യിൽ കല്ല് കിട്ടുന്നില്ലല്ലോ എന്ന് അപ്പം അമ്മ പറയുകയാണ്. ഞാൻ ഇപ്പോൾ സ്വതന്ത്രയാണ്. അയാൾ വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ഞാനിവിടെ ഇങ്ങനെ പുര നിറഞ്ഞ് നിൽക്കുകയല്ലേ. നീ ഇനി എറിയാൻ കള്ളൊന്നും നോക്കണ്ട. നേരത്തെ ഇങ്ങി പോര്. മോൾ അവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പോഴേക്കും ആ പെണ്ണ് പകലങ്ങ് ഇവിടെയില്ല, വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് പകൽ സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കും. ഇനിയിപ്പോൾ ക്ലാസ്സിലെങ്കിൽ ഞാൻ നിന്നോട് പറയാം. നീ എന്നാടാ ആദ്യമായിട്ട് വരിക? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് പേടിയാണല്ലോ. അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേ വരികയുള്ളൂ. അതൊരു ഫ്രീ ആണ്. നീ ഉച്ചയുണ്ട് സമയത്ത് വാ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് 5 മണി വരെ അടിച്ചു പൊളിച്ച് നിൽക്കാം. പിന്നെ അവൾ വരുമ്പോൾ നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൾ സംശയിക്കില്ല, എൻ്റെ കൂട്ടുകാരാണെന്ന് പറയാം. അവൾ അതൊന്നും ശ്രദ്ധിക്കില്ല. എങ്കിൽ ഞാൻ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വരാം മോളെ എന്ന് പറയുന്നു. വരണേ. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എടാ ക്ലീൻ ആണോ എല്ലാന്ന്? അപ്പോൾ നിനക്കെങ്ങനെ ഇഷ്ടമെന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നു, എനിക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എല്ലാം ക്ലീനാണേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിക്കുന്നു, പിക്ചറൊക്കെ ഞാൻ അയച്ചു തന്നിട്ട് നീ വിശദമായിട്ട് നോക്കിയില്ലേന്ന്? നോക്കിയിടാ, അത് പക്ഷേ കുറേ ദിവസം മുന്നേ ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും കൂടി പറഞ്ഞു തോന്നും. ഇവിടെ പറയാൻ പറ്റില്ല മാഡം. എന്തായാലും വ്യാഴാഴ്ച ആ സുമുഹൂർത്തത്തിൽ ഞാനിവിടെ കാണും, ഉറപ്പാണ്. എന്തായാലും കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് അന്നിറങ്ങി. ഞാൻ ഒരു 12 മണിയാകുമ്പോഴേക്കും ഇവിടെ വരുമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങി എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നു. 12:30 ആയപ്പോഴേക്കും ഞാൻ വീടിൻ്റെ അവിടേക്ക് വന്നു. പക്ഷേ വീട് പൂട്ടിയിട്ട് അമ്മ എങ്ങോ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അന്ന് താക്കോൽ എടുത്തിട്ടില്ല. അയ്യോ, ഇവർ വേറെങ്ങോ പോയി. എൻ്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞു. ഇന്നൊന്നും കാണാനും കേൾക്കാനും പറ്റില്ല. അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, കേൾക്കെങ്കിലും ചെയ്യാമായിരുന്നു. ഇവിടെ സേഫ് അല്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും എങ്ങോ പോയതാണ്. അത് ഉറപ്പാണ്. വിളിച്ചാലോ? വിളിച്ചു കഴിഞ്ഞ രണ്ടുപേരുടെയും സംഗമം എനിക്ക് പൊളിക്കാം. അമ്മ ഇങ്ങോട്ട് വന്നേ പറ്റൂ, അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറയാം എന്ന് ഞാൻ ഓർത്തു. എനിക്കെന്തോ ദേഷ്യവും വിഷമവും അസൂയയും കൗതുകവും ഒക്കെ കൂടിച്ചേർന്ന ഒരു നിലയിലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോഴുണ്ട് മാഡം, അവിടെ ഒരു കാർ കൂടെ നിർത്തി. ഞാൻ എത്തി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അയാളുടെ കൂടെ അമ്മ കാറിൽ പുറത്ത് പോയിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ തിരിച്ചു വന്നു. എന്തൊക്കെയോ സാധനങ്ങൾ കയ്യിലുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ പോയിട്ട് വന്നിട്ടാണ് ഇവിടെ സംഗമം. ഊണിനി പുറത്തുനിന്ന് കഴിച്ചതായിരിക്കുമോ എന്നൊക്കെ ഞാൻ ഓർത്തു. പക്ഷേ ഊണ് കഴിക്കുന്ന ലക്ഷ്യമൊന്നും കേട്ടില്ല. കാര്യം അമ്മ അടുക്കള ഭാഗത്തേക്ക് വന്നതേയില്ല. ഞാനിങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്.
ഇനിയിപ്പോൾ പ്രധാന കാര്യങ്ങൾ കടക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ പമ്മി പമ്മി നടന്നു. പുറത്തുനിന്ന് സംഭാഷണങ്ങളോ ശബ്ദങ്ങളോ കേട്ടാൽ അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് പകുതിയാകുമ്പോൾ ജനലിൽ തട്ടണം, എന്നിട്ട് രണ്ടുപേരെയും കൈയോടുകൂടി പിടികൂടണം, വഴക്കുണ്ടാക്കണം എന്നൊക്കെയാണ്. കാര്യം ഒരു തെളിവുമില്ലാതെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. തെളിവോടുകൂടി ഞാൻ വഴക്കുണ്ടാക്കണം. അമ്മയുടെ സ്വഭാവവും നടപടിക്രമങ്ങളും എനിക്ക് ഇഷ്ടമല്ല. കൗതുകമുണ്ട്, എന്നാലും അമ്മ ഇങ്ങനെയാകുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ സുന്ദരനായ അച്ഛനെ വിട്ട് എന്തിനയാളെ തിരഞ്ഞെടുത്തു? പണ്ട് പ്രേമാണെന്ന് പറഞ്ഞാലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലോ കൗതുകവുമുണ്ട്. ഞാൻ പുറകിൽ ചെന്ന് നിന്നു. അകത്ത് നല്ല സംഭാഷണങ്ങളുണ്ട്. അമ്മ പൊട്ടിച്ചിരിക്കുന്നു. എടാ, എനിക്കാണെങ്കിൽ ആദ്യം നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ഞെട്ടലായിരുന്നു. നീ എന്താ ഞെട്ടിയതും? എന്നെ പണ്ട് തേച്ചിട്ട് പോയതിൻ്റെ ഞെട്ടലാണോ? തേച്ചിട്ട് പോയതല്ല, എനിക്ക് നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്ന് പറയുന്നു. അപ്പം അയാൾ പറയുന്നു, കൈയെടുക്ക്, സംഭാഷണത്തിന് മുമ്പ് തന്നെ ഞാൻ ചിലപ്പോൾ ചാടി വീഴുമെന്ന്. അമ്മ പറയുന്നു, സംഭാഷണം കൂടെ വേണം, അതിൻ്റെ കൂടെ നീ ചാടി വീഴുകയും ചെയ്യണം. എന്തായാലും ഞാനല്ലേ നിന്നോട് എല്ലാം അങ്ങോട്ട് പറഞ്ഞത്? എനിക്കല്ലേ ആവശ്യക്കാരിക്ക് ഔചിത്യം പാടില്ല എന്ന് പറയുന്നു. എടീ, നീ ധൃതി കൂട്ടാതെ എന്ന് പറയുമ്പോൾ അമ്മ പറയും, എനിക്ക് ധൃതിയുണ്ട്, സദ്യ കഴിക്കാൻ എനിക്ക് ധൃതിയുണ്ട്. ഞാൻ കഴിച്ചിട്ട് ഒത്തിരി കാലമായി, കണ്ടതല്ലേ, ഞാൻ കൊതിച്ചതല്ലേ, മോഹിച്ചതല്ലേ, ഈ സദ്യയെങ്കിലും ഞാൻ കഴിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പൂച്ച കുറുക്കുന്ന പോലെയുള്ള ചില ശബ്ദങ്ങൾ കേട്ടു. അയാളുടെ ദീർഘനിശ്വാസങ്ങളും എന്തൊക്കെയോ ശബ്ദങ്ങളും ഞാൻ കേട്ടു. അമ്മ അവിടെ മുടിയഴിഞ്ഞാടുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പല രീതിയിലും കാണാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല മാഡം. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടെ നിന്ന്, എടാ, എനിക്ക് പേടിയാകുന്നു. എന്താ പേടി? ഓ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എൻ്റെ പൊന്നുമോനെ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ. കുരുമുളക് വള്ളി. പക്ഷേ കുരുമുളക് വള്ളിയും ഈട്ടിത്തടിയും തമ്മിൽ ഉപമിക്കാൻ പറ്റുമോ? എനിക്കങ്ങ് പേടിയാണെന്ന്. അപ്പോൾ പുള്ളിച്ചിരിക്കുന്നു. പോടി, നീ ഡ്രാമ കളിക്കാതെ ഒന്ന് പോടാം. എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ഇല്ലേ 18കാരി പോലെയാണെന്നാ എൻ്റെ ഭർത്താവ് പറഞ്ഞത്. ആ, അത് അങ്ങേർക്ക് കഴിവില്ലാത്തതുകൊണ്ടാകും എന്ന് പറയുന്നു. പോടാ, എൻ്റെ ഭർത്താവിനെ എങ്ങനെ പറയാതെ? എന്തായാലും അങ്ങനെയല്ലേ എനിക്ക് ചിലവിന് തരുന്നതും. ഇഷ്ടമില്ലായ്മയുണ്ടെങ്കിലും എനിക്ക് പണ്ടത്തെ മോഹഭംഗം മനസ്സിലുള്ളത് കൊണ്ട് അങ്ങേരോട് നന്നായിട്ടൊന്ന് സഹകരിക്കാൻ പോലും പറ്റിയിട്ടില്ല. നീ വെറുതെ വാചകം അടിക്കാതെ, എന്നെ വിഷമിപ്പിക്കാതെ നീ കടന്നു വരുമോനെ എന്ന് പറയുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും തിളച്ച എണ്ണയിൽ കടകി വീഴുമ്പോൾ ഇത്തിരി എണ്ണ ദേഹത്ത് വീണാൽ എന്ന പോലെ അമ്മ അയ്യോ എന്നുള്ള രീതിയിൽ ശബ്ദങ്ങളുണ്ടാക്കി. എനിക്ക് മനസ്സിലായി ഇത് പാതി വെച്ച് നിർത്തിക്കണം എന്ന് എനിക്ക് തോന്നി. പക്ഷേ അവിടെ താളക്രമങ്ങൾ തായമ്പക പോലെ ഉയർന്നു വന്നു. മേളപ്പെരുക്കങ്ങൾ മുഴങ്ങുകയാണ്. അമ്മ വായ്ക്കുരവയിട്ട് മേളത്തെ സ്വീകരിക്കുന്നു. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ നിർത്തുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയത്. എന്തോ മനുഷ്യസഹജമായ ഒരു പ്രത്യേകതരം വികാരം എന്നെ പൊതിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം 1/4 മണിക്കൂർ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു മാഡം. എന്തോ എൻ്റെ കാലുകൾ തറഞ്ഞു പോയതുപോലെയായി. ഒന്നാമത്തെ പാഠം കഴിഞ്ഞ് രണ്ടാമത്തെ പാഠം ഇനി തുടങ്ങുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അമ്മ വന്ന് കഥ തുറന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്താ ഇപ്പോൾ നേരത്തെ ക്ലാസ് വിട്ടോന്ന്? ഞാൻ പറഞ്ഞു, വിട്ടുവെന്ന്. അതേ, ഇന്നാൾ കണ്ട എൻ്റെ കൂട്ടുകാരൻ വന്നിരുന്നു. അവന് ഇത്തിരി താമസിച്ചാലും വേണ്ടില്ല, ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലായിരുന്നു. പപ്പടം കാച്ചാൻ തുടങ്ങിയായിരുന്നു. അവന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ദേ, അവൻ അവിടെ ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് 2 പേരും കൂടെ എല്ലാം റെഡിയായി അവിടെ പോയിരുന്നു. അങ്ങേരുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം പരിക്ഷീണനാണ്. അമ്മയാണെങ്കിൽ ആടിയുലഞ്ഞ ലതാതരു പോലെ ഇരിക്കുകയാണ്. 2 പേരും ഒന്ന് ഓക്കെ, രണ്ടാമത്തെ അംഗം ഞാൻ കുളമാക്കിയല്ലോ എന്നോർത്തു. പേരിന് ചോറ് കഴിച്ചിട്ട് അയാൾ പോയി. അമ്മയുടെ മുഖത്ത് നല്ല ഇച്ഛാഭംഗമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കഥകൊക്കെ അടച്ച് അതിനകത്ത് കയറിയിരുന്നെന്നും. അപ്പോൾ അമ്മ ചോദിച്ചു, പിന്നെ എന്താ കഥക് ഞാൻ തുറന്ന് മലർത്തിയിടണമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തിരി മുമ്പേ വന്നിരുന്നു. ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ ഞാൻ കേട്ടു.
അമ്മ ഇങ്ങനെയും അധപ്പതിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ദേഷ്യപ്പെട്ടു. അപ്പോൾ നീ എൻ്റെ മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കാണും, എനിക്കറിയാൻ മടി, എനിക്ക് സംശയം തോന്നി, നീയാണെങ്കിൽ നിൻ്റെ അച്ഛനേക്കാൾ വിളഞ്ഞ വിത്ത എന്നൊക്കെ പറഞ്ഞ് അമ്മ എൻ്റെ മുന്നിൽ നിന്നും പാഞ്ഞു പോയി. നിനക്ക് ഒരു പുരുഷനുമായിട്ട് യാതൊരു സ്നേഹവുമില്ല, ബന്ധവുമില്ല, അതുകൊണ്ട് നിനക്ക് കല്യാണം എന്ന തടവറയെ പറ്റി ഒന്നും അറിയില്ല. എൻ്റെ ഗതി നിനക്കുണ്ടാകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിനക്ക് വേണമെങ്കിൽ അച്ഛനോട് പറയാം, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിന്നെയും എന്നെ ഉപേക്ഷിക്കും. അത് കഴിഞ്ഞ് നിൻ്റെ ഈ പണത്തിൻ്റെ ധാരാളിത്തമോ നല്ല ജീവിതമോ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നീ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. മാഡം, ഇപ്പോൾ അമ്മ എന്നോട് അധികം ഒന്നും മിണ്ടാറില്ല. ഒരു ശത്രുവിനെ പോലെയാണ്. എല്ലാം വെച്ച് തരുമെങ്കിലും എന്നോട് സ്നേഹമൊന്നുമില്ല. പിന്നെ അയാളെ വിളിച്ചു വരുത്തിയോന്ന് എനിക്കറിയില്ല. അവർ തമ്മിൽ സംസാരിക്കാറുണ്ട്. പിന്നെ അയാൾ ലീവിന് വന്നിട്ട് പോയും കാണും, കാരണം ഗൾഫിലല്ലേ. മാഡം, എനിക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നു. കണ്ടുപിടിച്ച ഈ ബന്ധം അച്ഛനോട് പറയണ്ടേ? അച്ഛൻ വഞ്ചിക്കപ്പെടുകയല്ലേ? അമ്മ കാണിച്ചത് ശരിയല്ലല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ചെയ്തത് ഒട്ടും ശരിയല്ല. പക്ഷേ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിൽ പിന്നെയും വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടാകും. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ, അമ്മ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു നല്ല ജീവിതം, അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള ജീവിതം കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ത്യാഗമാകാം. അമ്മ ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷേ രഹസ്യങ്ങൾ അതുപോലെ സൂക്ഷിക്കുക. പിന്നെന്തായാലും നിങ്ങളത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേറെ രീതിയിലാണെങ്കിലും പ്രതികരിച്ച് അമ്മയോട് പറഞ്ഞത് കണ്ടു എന്നുള്ളത് അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പേടിയുണ്ട്. ചിലപ്പോൾ അത് തുടരില്ലായിരിക്കാം. അവർ തമ്മിൽ ചാറ്റ് മാത്രമേ കാണുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് വിളിച്ചു വരുത്താനൊന്നും പോകില്ല. അത്ര വലിയ ഒരു റിസ്കിന് പോകില്ല എന്ന് കരുതാം. എന്തായാലും നിങ്ങൾ കണ്ടപ്പോൾ അത് പറയുകയും പ്രതികരിക്കുകയും ചെയ്തല്ലോ, ഒരു മകളുടെ കടമ. ഓക്കെ. അതല്ലാതെ ഇപ്പം അച്ഛനോട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം വെക്കാനോ ഉണ്ടാക്കി നിങ്ങളുടെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. അമ്മ ഈ പറഞ്ഞതുപോലെ നിങ്ങളോട് കുറച്ച് നാളൊക്കെ ശത്രുവിനെ പോലെ പെരുമാറുന്നതിൻ്റെ കാര്യം അങ്ങനെയാണ്. അമ്മയുടെ ആ ഒരു സന്തോഷം മുടങ്ങിപ്പോയി. മുടക്കിയതിന് മകൾ തന്നെ കാരണമായി. അമ്മയുടെ ഇച്ഛാഭംഗം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പോകണ്ട. പതുക്കെ ആ മഞ്ഞൊക്കെ ഉരുകട്ടെ. അച്ഛനോട് പറയണ്ട കാര്യം. അത് ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ചാബല്യമാണല്ലോ. ചാബല്യങ്ങളെല്ലാം നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. എന്ന് വെച്ചിട്ട് കുടുംബത്തിലെ സിറ്റുവേഷൻ ഓർത്തിട്ട് മാത്രം അതിന് എക്സ്ക്യൂസ് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ശരിയാണ്, അതിനകത്തെല്ലാം മാറ്റം തന്നെയാണ്. എന്നാലും അവിടെ നമ്മളുടെ ഫാമിലി സിറ്റുവേഷൻ ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ പാലിച്ച് ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും അവിടെ ചെയ്യേണ്ടി വരുമായിരിക്കാം. അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മതി.